വാസുദേവൻ എന്താ വന്നത്? എന്നിട്ട് എന്താ പെട്ടെന്ന് തിരിച്ചു പോയത്? ഇനി പ്രോബ്ലം? അതൊന്നല്ല, സിഎമ്മിന്റെ പ്രോഗ്രാമിലെ ചെറിയൊരു ചേഞ്ച്. അത് പറയാൻ വേണ്ടി ആ പുള്ളി വന്നത്. എന്ത് ചേഞ്ച്? അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെന്റ് കണ്ടിട്ട് സിഎം പരേഡ് ഗ്രൗണ്ടിൽ വരും. അത് പറയാനാണ് വാസുദേവൻ വന്നത്. അധികം നേരം ഒന്നും എടുക്കല്ല, മാക്സിമം ഹാഫ് ആൻ അവർ, അത്രയേ ഉള്ളൂ ഡിലേ. ശരിയല്ല സർ, നമ്മളോട് ചോദിക്കാതെ സിഎമ്മിന്റെ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്ത് ശരിയായില്ല. മിസ്റ്റർ പെരുമാൾ, എന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണിത്. 2 ദിവസം മുമ്പ് സിഎമ്മിന്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയുടെ പ്രീമിയർ ഷോ കണ്ടിട്ടേ അദ്ദേഹം വരത്തുള്ളൂ. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. സാറ് പറയാൻ വിട്ടുപോയതും ഒട്ടും ശരിയായില്ല. വിജി പോരാട്ട വീതിയിലെ അഗ്നിനക്ഷത്രം. 1926 ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ വില്ലിക്കുളത്ത് വീട്ടിൽ ഗോവിന്ദന്റെയും ദാക്ഷായണിയുടെയും 8 മക്കളിൽ 7ാമനായാണ് വിജി സദാശിവൻ ജനിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷം മൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങി. അക്കാലത്ത് നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. ആരെയും കൂസാത്ത നേതൃപാടവവും അസാമാന്യമായ സംഘടനാ മികവും അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തിച്ചു. സമരമുഖങ്ങളിലെ മുന്നണി പോരാളിയായിരുന്ന അദ്ദേഹം സഖാക്കൾക്കെന്നും പ്രിയപ്പെട്ട വിജിയായിരുന്നു. നെയ്ത്തുകാരുടെയും കയർ, കശുവണ്ടി, ചെത്ത്, തോട്ടം തൊഴിലാളികളുടെയും സമരങ്ങൾ ഇതിലെടുത്തു പറയേണ്ടതാണ്. 1961 പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, തുടർന്ന് നടന്ന സംസ്ഥാന 1978 നടന്ന ചണ്ഡിഗഡ് സമ്മേളനം അദ്ദേഹത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തിച്ചു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വിജി 2004 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാലപ്പുഴ മണ്ഡലത്തിൽ നിന്നും 16,843 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനവിധി നേടിയത്. പാർട്ടിയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ നിയമസഭയിൽ സർവസമ്മതനായ അന്വേഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. പ്രതിസന്ധിയിൽ തളരാത്ത മനസ്സും ശരീരവുമാണ് ഈ 84-കാരനെ ഇന്നും ജനമനസ്സിൽ ഒന്നാമതെത്തിക്കുന്നത്.